ഗൈസ്, എന്റെ ഉമ്മ എപ്പോഴും പറയും ആ സാരിയും പൊട്ടും ഒക്കെ മാറ്റിയിട്ട് നല്ല തട്ടിട്ട് നടന്നൂടെന്ന്. മതിയാ? ഇങ്ങനെ മതിയാ? ഇങ്ങനെ മതിയമ്മ? അടിപൊളിയല്ലേ? മതി, ഇങ്ങനെ തന്നെ മതി. വള്ളി ട്രൗസർ ഇട്ടുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഉണ്ട് കളിച്ച് ഇപ്പോൾ കളിയാക്കി സ്വന്തം ഉമ്മായെ കളിയാക്കുന്നത്. ഇത് മതിയോ ഉമ്മ? ഒരാണായ ഒരുത്തൻ പെർമിഷൻ കിട്ടി നടക്കുന്നതിൽ ഇപ്പോൾ അപമാനം ആ തള്ളക്ക് വേറെന്തോ സംഭവിക്കാനുള്ളത്? നിവൃത്തികേട് കൊണ്ട് പറഞ്ഞായിരിക്കും ആ പാവപ്പെട്ട സ്ത്രീ. എല്ലാവരും കളിയാക്കി കഴിഞ്ഞ് ഇനിയിപ്പം സ്വന്തം ഉമ്മയുടെ തലയിലേക്കാണ് കയറുന്നത്. അപ്പോൾ താത്താടെ കുറേ അപരാധ വീഡിയോകളാണ്, അധികമൊന്നുമില്ല, കുറച്ച് 1-2 വീഡിയോകൾ കണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. കേട്ടല്ലോ, സ്വന്തം ഉമ്മായെ തന്നെ ആക്ഷേപിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഒന്ന് കാണാം. ജാസി എന്ത് പറ്റി? പേടിച്ച് പുറകെ വന്നിട്ട് ജാസിന്ന് വിളിച്ചിട്ട്. എന്നെന്താ അത്തായ സ്പെഷ്യല്? എല്ലാ പ്രാവശ്യം അത്തായത്തിന് നിനക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ലേ ഉണ്ടാക്കാറ്? ഇന്നത്തെ അത്തായ സ്പെഷ്യൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. എന്താ കാര്യം? തമ്പുരാനെ, ആ മോരുകറി ഉണക്കമീനും. അതെ ഗൈസ്, ഇന്നത്തെ എന്റെ അത്തായത്തിന് നല്ല അടിപൊളി ചോറ്, മോരുകറി, ഉണക്കമീൻ വറുത്തത്, ബീട്രൂട്ട് തോരൻ, വെളുത്തുള്ളി അച്ചാർ കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ സ്പെഷ്യല്. അപ്പൊ കണ്ടാലോ? ബാ. വരുന്നില്ലടാ കണ്ണാ, അവിടെ നിന്നോ. ചെല്ലാന് എല്ലാവരും വിളിക്കും കേട്ടോ. ഓടുന്നു, നമ്മളൊന്നും വരുന്നില്ല. നിങ്ങളാരേലും പോകുന്നുണ്ടോ? കുറേന്ന് വിളിച്ച് എന്തിനാടാ ആശി നീ ആ താത്തായി പേടിപ്പിക്കുന്നത്? ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു രസമുള്ളൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് അതിനകത്ത് 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഉണ്ടോ, ഇതിനകത്ത് 1-2 കാര്യം എനിക്ക് പറയാനുണ്ട്. വേറൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരാണും പെണ്ണും ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഷാഫി മദ്ഹബ് പ്രകാരം ഇസ്ലാമിക വിധി അനുസരിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ തൊട്ട് കഴിഞ്ഞാൽ ഒതു മുറിയപ്പെടും. അത് വിശ്വാസപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒതു നഷ്ടപ്പെടും. അഥവാ പിന്നെ ഖുർആൻ കയ്യിൽ പിടിക്കണമെങ്കിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഒതു നിർബന്ധമാണ്. ഒതു എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അംഗശുദ്ധി വരുത്തുക എന്നുള്ള സംഭവമാണ് ഒതു എന്ന് പറയുന്നത്. അപ്പം ഇതിപ്പം ഇവർ തമ്മിലായതുകൊണ്ട് കുഴപ്പമില്ല, രണ്ടും ആണാണല്ലോ. ഒരുത്തൻ പെർമിഷൻ കിട്ടിയേക്കുന്നതല്ലേ ഉള്ളു. അതുകൊണ്ട് ഒതു മുറിയുന്നൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല അവർക്ക്, അത് കയ്യെ പിടിച്ചേക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പ്രഹസനം കാണിക്കല്. ഒന്നാമത് ദീനൊന്ന് പഠിച്ചിട്ട് വേണം ഇമാതിരി കോപ്രായ വീഡിയോകൾ ഇറക്കാൻ വേണ്ടി. ഒരു പറ്റം വിശ്വാസികളുണ്ട്, അവരെ അപമാനിക്കല് ബാക്കിയുള്ളവരുടെ മുമ്പിൽ വന്നിരുന്ന് എന്തെല്ലാം വീഡിയോയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആ കിതാബെങ്കിലും ഒന്ന് ബഹുമാനിക്കുക. ഉമ്മായ കളിയാക്കി കുഴപ്പമില്ല, ഇനി പടച്ചോനെ കളിയാക്കുവാന്നോ? ഇനിയിപ്പോൾ ആരെയാണ് കളിയാക്കുന്നത്? ആരെ വേണേലും കളിയാക്കാമല്ലോ. കാക്കാക്ക് എല്ലാത്തിനും ഉള്ള ലൈസൻസ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ എന്തായാലും കാക്കയുടെ അടുത്ത ഒരു അപരാധ വീഡിയോ കാണാം നമുക്ക്. രണ്ടും പിഴകളാ. ഒരു ഫ്ലാറ്റ് രണ്ടും ഒരുമിച്ച താമസം, മറ്റൊരാണെങ്കിൽ ഏത് സമയത്തും പുറത്താ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? നിനക്കില്ലെങ്കിൽ പെണ്ണുള്ള കാര്യം അങ്ങനെ തോന്നില്ലല്ലോ. പല VIP കാറുകളോട് വന്നു പോകുന്നുണ്ട്, അറിയോ? പിന്നല്ല, എന്താണ് ജോലി എന്ന് എങ്ങനെ അറിയും? ഏതാണ് ആ ഇടത്തെ വയറിലായിട്ട് മറുകുള്ള കുട്ടിയാണോ? കടയിൽ പോയപ്പോ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. അപ്പൊ നീ മുഖത്തേക്ക് നോക്കിയില്ല, വയറുമാക്കാൻ നോക്കിയത് അല്ലേ? മുഖത്തേക്ക് നീല ഒരു പെണ്ണ് ഫേസിക്ക് നോക്കരുത്, മുഖത്തേക്ക് നോക്കരുത് എന്ന് പറഞ്ഞോളല്ലേ. നോക്കല് ഇവിടെ എന്റെ മറുക് നീ കണ്ടിട്ടില്ല. നടക്ക്. കാക്കാടെ മറുക് അവൻ കണ്ടിട്ടില്ലെന്ന്. മറുകുണ്ടായിട്ട് വേണ്ടേ കാണാൻ? പോയി കാണിച്ചു കൊടുക്ക്. അവനെ ചുമന്നുകൊണ്ട് പോയേക്കോ. അവനോട് പറഞ്ഞപ്പോൾ ഉണ്ട് പോലോ മുഖത്ത് നോക്കല്ലെന്ന്. ഈ പറഞ്ഞ ആരെക്കുറിച്ചാണെന്നറിയാവോ? 2 പേര് ഒരു ഫ്ലാറ്റ് എടുത്ത് എന്താ അവിടെ പരിപാടി എന്നൊന്നും അറിഞ്ഞുകൂടാന്ന് സ്വന്തമായിട്ട് തന്നെ പറഞ്ഞ. അവർ 2 പേരും അതിൽ പ്രതിബിംബമായിട്ട് കണ്ടേക്കുന്നത്. അവരെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞേക്കും അതിനകത്ത്. 2 പേരും ഇവിടെ ഫ്ലാറ്റ് എടുത്ത് എന്തോ അവിടെ, അതാണ് ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത. 2 പേരും ഇവിടെ ഫ്ലാറ്റ് എടുത്ത് എന്താണ് അവിടെ പരിപാടി? ഇനിയിപ്പോൾ അവസാനമായിട്ട് ഒരു വീഡിയോയുടെ കാണാം. ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടോ, നമുക്കതൊന്ന് കാണാം. നമുക്കറിയാടാ മോനെ, നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. കാര്യം നീ വേറെ ആർക്കും മെസ്സേജ് അയക്കത്തില്ല എന്നുള്ളത്. A to Z കാക്കാടെ സ്കാനറിൽ കൂടെ കയറി അതിൻ്റെ ഫോണ് നീ ഉൾപ്പെടെ പോകുന്നതെന്നുള്ളത്. അന്നേരം പിന്നെ നീ വേറെ ആർക്കെങ്കിലും അറിയാതെ മെസ്സേജോ എന്തെങ്കിലുമൊക്കെ അയക്കുമോ? അയച്ചാൽ ആ കത്തി അന്ന് നിൻ്റെ നെഞ്ചത്ത് കയറും. പണ്ട് ദുബായി കിടന്ന് ഇടി വീണത് ഓർമ്മയുണ്ട്, കടിച്ച് പറിച്ചത് പുറമെല്ലാം. അതിലും വലുത് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം നീ എന്തായാലും അതൊന്നും കാണിക്കാൻ പോകുന്നില്ലെന്ന്.
എന്തായാലും കൊള്ളാം. എന്തെല്ലാം ടൈപ്പ് പ്രഹസനങ്ങളാണ്. കുഞ്ഞു കാക്ക അല്ലെങ്കിൽ ഇത്താക്ക, എനിക്കൊരു കാര്യം പറയാനുള്ളൂ. കളിയാക്കി എല്ലാവരെയും കളിയാക്കിക്കോ. കൂട്ടുകാരെ, കൂടെ ഇന്നവരെ എല്ലാവരും കളിയാക്കി. സ്വന്തം ഉമ്മായ, പെറ്റുമ്മായ വരെ താണ്ട അവസാനം കളിയാക്കി. പിന്നെ സ്വന്തം ദീനെന്നും പറഞ്ഞ്, വിശ്വാസമെന്നും പറഞ്ഞ് കിടക്കുന്ന ആ മതത്തിനെയും കളിയാക്കിക്കോ. ഞങ്ങൾ കുറേ വിശ്വാസികൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവരെ ഒന്ന് പരിഗണിക്കണം ഈ കോപ്രായം കാണിക്കുന്നതിന് മുമ്പ് എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. തന്തവൈബെന്നോ പുരോഗമനം എത്താത്തവനെന്നോ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. നമ്മളെ ഒന്ന് സപ്പോർട്ട് തരാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. പഴയ വീഡിയോ ഒക്കെ ചാനലിൽ കിടപ്പുണ്ട്. സമയമുള്ളവരൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് തരിക. താങ്ക്